ഇന്നൊന്ന് പുറത്തേക്ക് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇതേ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് മേക്കപ്പ് ചെയ്യാതിരിക്കുന്ന സമയത്താണ് വീഡിയോ എടുക്കാമെന്ന് ഓർമ്മ വന്നിട്ട് വേഗം വീഡിയോ ഓൺ ചെയ്തത്. അപ്പോൾ ഇതേ ഫസ്റ്റ് തന്നെ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബ്രൗൺ ലിപ്പ് ലൈനറാണ് ഇത്. നോർമലൊരു ലിപ്പ് ലൈനറാണ് കേട്ടോ, വലിയ ബ്രാൻഡഡ് ലിപ്പ് ലൈനറൊന്നുമല്ല. ലിപ്സ്റ്റിക്ക് നമ്മുടെ ലാക്മേടെയാണ് കേട്ടോ, ബ്രൗൺ എക്സ്പ്രസ്സോ 18 ഷെയ്ഡ് നമ്പർ. പേര് പോലെ തന്നെ നല്ലൊരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്. റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ്. നോർമലി നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ഷെയ്ഡാണ്. ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടിട്ടുണ്ട്. എന്നാൽ വല്ലാതെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നൊരു ഷെയ്ഡല്ല. പിന്നെ എൻ്റെ ലിപ്പിൽ അത്യാവശ്യം ഒരു പിഗ്മെൻറ്റേഷൻ ഉള്ള കാരണം ഈ ഒരു ഷെയ്ഡ് എനിക്ക് നല്ലപോലെ കവർ ചെയ്ത് നിൽക്കാറുണ്ട് കേട്ടോ. ഫങ്ഷൻ വെയർ വേറൊരു ഷെയ്ഡ് മിക്സ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാൻ കേട്ടോ ചെയ്യാറ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇതാണ് നമ്മുടെ മേക്കപ്പ്. പിന്നെ ഒരു പൊട്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. വേറെ ക്രീമൊന്നും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇടാൻ പറ്റില്ല, കാരണം ഇവിടെ നല്ല വെയിലാണ്. പുറത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ട് പോയാൽ ടാനിങ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താ ചെയ്യുക, വെയിലത്തേക്ക് ഇറങ്ങി ഞാൻ അപ്പോൾ വേർത്ത് കുളിക്കും. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീനോ ക്രീമോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വെറുതെ ഒരു ലിപ്സ്റ്റിക്കും ഒരു പൊട്ടും പിന്നെ മുടിയും കെട്ടി അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അതെ അച്ചാച്ചൻ്റെ കൂടെയാണ് പോണത്. അച്ചാച്ചൻ്റെ വണ്ടിയിലാണ് പോണത്. ആരുമില്ല, ഞാൻ അച്ചാച്ചന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാനറ ബാങ്കിലേക്കാണ് പോണത്. നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങൾ അവിടെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. കുറേ ടൈം നമ്മൾ ബാങ്കിൽ ഇരിക്കേണ്ടി വന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ എൻ്റെ ചേച്ചി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ അവർ ജോലി സ്ഥലമാണ്. നമ്മളങ്ങനെ വീഡിയോസ് ഒന്നും എടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അത് കാരണം നമ്മൾ ഒരു 2-3 ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നു കേട്ടോ. അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. പിന്നെ ഇത് പള്ളിക്കുളം, നമ്മുടെ തൃശ്ശൂരിലെ ഹോൾസെയിൽ ഗോൾഡിൻ്റെ ഹോൾസെയിൽ നടക്കുന്ന ഭാഗമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ചിക്കൻ ബിരിയാണി 60 രൂപ എന്ന് ചേട്ടൊരു വണ്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു 4 ബിരിയാണി കൂടി മേടിച്ചു. പിന്നെ ഇതേ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് പഞ്ചസാരയും ചെറുനാരങ്ങയൊക്കെ മേടിച്ചു. അതന്നെ അവിടെ നിന്ന് അത്ര തന്നെ മേടിക്കാണ്ടായിരുന്നുള്ളൂ. അതൊക്കെ മേടിച്ച് അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിയിൽ അച്ചാച്ചൻ ലോട്ടറി എടുക്കുന്ന ചേട്ടനെ കണ്ടു. അപ്പോൾ ആ ചേട്ടൻ്റെ നമ്മളൊരു ലോട്ടറി എടുത്തു കേട്ടോ. അച്ചാച്ചന് ഒരു ലോട്ടറി പ്രാന്തുണ്ട്. അപ്പോൾ ഈ ചേട്ടനല്ല 2-3 പേരുണ്ട് സ്ഥിരക്കാർ. അവരെ ഇങ്ങനെ മാറി മാറി എടുക്കാറുണ്ട്. ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ അടിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിയിലൊരു ചെറിയൊരു ബേക്കറി ഉണ്ട്. ഉണ്ണികൾക്കൊന്നും വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അച്ചാച്ചന് ഭയങ്കര വിഷമം. അപ്പോൾ 10 രൂപയുടെ ജ്യൂസ് മേടിച്ച് ഞങ്ങൾ ലാസ്റ്റ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഒരു 2 മണിയായി വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ കേട്ടോ. അപ്പോൾ അമ്പാടിയും ഉണ്ണിക്കുട്ടനെയും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, എന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.